വയനാട് ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തതിന്റെ പേരിൽ സേവാഭാരതിയെയും ഹിന്ദു സംഘടനകളെയും വെല്ലുവിളിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുത്ത് കെ.പി. ശശികല ടീച്ചർ വീണ്ടും വായടപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ വീട് നിർമ്മിച്ച് നൽകിയതിന്റെ പേരിൽ സേവാഭാരതിയെയും മറ്റ് ഹൈന്ദവ സംഘടനകളെയും വെല്ലുവിളിക്കുന്നവർ സേവനത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ടീച്ചർ ആഞ്ഞടിച്ചു. കോടികൾ പിരിച്ച് ലക്ഷങ്ങൾ മാത്രം നൽകി ബാക്കി തുക മുക്കുന്ന അൽപ്പന്മാരുടെ ആഘോഷമല്ല സേവനമെന്നും സ്വയം സേവകർ നിശബ്ദമായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാണാനുള്ള കണ്ണ് ഇക്കൂട്ടർക്കില്ലെന്നും ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിക്കുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന നിമിഷം മുതൽ സേവാഭാരതിയുടെ പ്രവർത്തകർ അവിടെയുണ്ട്. ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ പ്രജിത്ത്, ശരത് എന്നീ രണ്ട് ധീര സ്വയം സേവകർ സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ചു. 66 ഭൗതിക ശരീരങ്ങൾ ആചാരപരമായി സംസ്കരിച്ചതും ദുരന്തമുഖത്ത് 50 ആംബുലൻസുകൾ എത്തിച്ചതും സേവാഭാരതിയാണ്. എന്നാൽ ഇതൊന്നും ഫോട്ടോ എടുത്ത് ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന സ്വഭാവം സംഘപ്രസ്ഥാനങ്ങൾക്കില്ല. സർക്കാർ വീട് നിർമ്മാണം ഏറ്റെടുത്ത സാഹചര്യത്തിൽ സർക്കാർ ലിസ്റ്റിൽ പെടാത്ത അർഹരായ 25 കുടുംബങ്ങൾക്കായി 4.25 ഏക്കർ ഭൂമി വാങ്ങി വീട് നിർമ്മിച്ചു നൽകുന്ന തിരക്കിലാണ് സേവാഭാരതി ഇപ്പോൾ. ഇതിനോടൊപ്പം ഒരു കമ്മ്യൂണിറ്റി സെന്ററും അവിടെ ഉയരുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ പുനരധിവാസമെന്ന് ശശികല ടീച്ചർ പറയുകയാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിയാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നന്മ മരം ചമഞ്ഞ് വീണ്ടും ഫണ്ട് പിരിക്കാൻ ഇറങ്ങുന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം മറ്റൊന്നാണ്. 2018-19 പ്രളയകാലത്ത് ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു നൽകിയ ചരിത്രമാണ് സേവാഭാരതിയുടേത്. ഇതിൽ 450 വീടുകൾ ആലപ്പുഴയിൽ മാത്രമാണ് നിർമ്മിച്ചത്. സുനാമിക്ക് ശേഷം 750 താൽക്കാലിക വീടുകൾ നിർമ്മിച്ച് 1.5 കൊല്ലം ആ കുടുംബങ്ങളെ പോറ്റിയതും സേവാഭാരതിയാണ്. ഇതൊന്നും കാറിക്കൂവി നടക്കാൻ സ്വയം സേവകർക്ക് നേരമില്ല. അമ്മമാരെയും വൃദ്ധരെയും ഓട്ടിസം ബാധിച്ച കുട്ടികളെയും സംരക്ഷിക്കുന്ന 100 കണക്കിന് കേന്ദ്രങ്ങൾ കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. പാവപ്പെട്ടവരുടെ ഫോട്ടോ വെച്ച് ഭിക്ഷാടനം നടത്തി കോടികൾ സമ്പാദിക്കുന്ന ലീഗ് മോഡൽ രാഷ്ട്രീയമല്ല ഇതെന്നും ടീച്ചർ പരിഹസിച്ചു. വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന 87 കുട്ടികൾക്കായി 50 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും തൊഴിൽ ഉപകരണങ്ങളും സേവാഭാരതി വയനാട്ടിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. നന്മമരം ചമഞ്ഞ് തലയിൽ കയറാൻ വരുന്നവർ ഒന്ന് മനസ്സിലാക്കണം. നിശബ്ദമായി സേവനം ചെയ്യുന്നത് സ്വയം സേവകരുടെ സംസ്കാരമാണ്. കോടികൾ പിരിച്ച് ലക്ഷങ്ങൾ മാത്രം ചെലവഴിച്ച് ബാക്കി പണം പാർട്ടി ഫണ്ടിലേക്ക് മാറ്റുന്ന ചെറ്റത്തരം സേവാഭാരതിക്കില്ല. സേവാ മനസ്കർ നൽകുന്ന സഹായം അർഹരായവരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംഘപ്രസ്ഥാനങ്ങൾക്കറിയാം. അതുകൊണ്ട് വയനാടിന്റെ പേരിൽ പിരിവ് നടത്തി നന്മ മരം ചമയുന്നവർ സംഘപ്രസ്ഥാനങ്ങളെ പഠിപ്പിക്കാൻ വരണ്ടെന്നും ടീച്ചർ കർശനമായി മുന്നറിയിപ്പ് നൽകി.